രണ്ടാം വർഷ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള മെറ്റീരിയലാണ് ഇത്. ഓക്കെ, ഇതിൻ്റെ ഹാർഡ് കോപ്പിയോ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പിയോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മൾ തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മെറ്റീരിയൽ വെച്ചല്ല, നമ്മൾ ഷോർട്ട് നോട്ട്സ് വെച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഷോർട്ട് നോട്ട്സിലും ഉള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ +2 സോഷ്യോളജിയിലെ +2 സോഷ്യോളജിയിലെ ഒന്നാമത്തെ പാഠം ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തും, ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കേണ്ടത് പ്രയർ നോളജ് ആൻഡ് സൊസൈറ്റിയാണ്. മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്, അതിന് ഗുണങ്ങളും ദോഷങ്ങളും, കോമൺ സെൻസ് എന്താണ്, സോഷ്യോളജിക്കൽ മാപ്പ് എന്താണ്, ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഷോർട്ട് നോട്ടിലുള്ളത്. അപ്പോൾ ആ ഷോർട്ട് നോട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റിൻ്റെ ക്ലാസ്സാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ 8 മിനിറ്റ് കൊണ്ട് ഒരു പാഠം നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സാണ് ടേൺ ടു ലേൺ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ക്ലാസ് കണ്ടതിന് ശേഷം ഇത്തരത്തിലുള്ള മെറ്റീരിയലും കൂടി നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ആ ഷോർട്ട് നോട്ട്സിൻ്റെ PDF വായിച്ചാൽ തന്നെ മതി. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേൺ ടു ലേണിൻ്റെ പേഴ്സണൽ നമ്പറിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ടേൺ ടു ലേണിൻ്റെ ഈ വീഡിയോക്ക് താഴെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നേരിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. തുല്യതാ പരീക്ഷ +2 സോഷ്യോളജിയിൽ നമുക്ക് 4 കാര്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഒന്ന് പ്രയർ നോളജ് ആൻഡ് സോഷ്യോളജി, രണ്ടാമത്തത് സെൽഫ് റിഫ്ലെക്സിബിലിറ്റി, ദെൻ മൂന്നാമത് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് അണ്ടർസ്റ്റാൻഡിങ്, ദെൻ സോഷ്യൽ മാപ്പ്. ഒന്നാമത് നമുക്ക് നോക്കാം. പ്രയർ നോളജ് ആൻഡ് സോഷ്യോളജി, മുന്നറിവും സാമൂഹ്യ ശാസ്ത്രവും എന്നുള്ളത്. ഓക്കെ, എന്താണ് മുന്നറിവ്, എന്താണ് സാമൂഹ്യ ശാസ്ത്രം അല്ലെങ്കിൽ സമൂഹശാസ്ത്രം, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത്. ഓക്കെ, സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവുകൾ എല്ലാ വ്യക്തികളിലും ഉണ്ട് എന്നാണ്. എല്ലാ വ്യക്തികൾക്കും ഓരോ സമൂഹത്തിനെക്കുറിച്ചുള്ള മുൻധാരണകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൂജ്യത്തിൽ നിന്നല്ല സാമൂഹ്യ ശാസ്ത്രം തുടങ്ങുന്നത് എന്നുള്ളത്. ഏതൊരു സമൂഹത്തെക്കുറിച്ചും ആ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ഒരു അറിവുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അത് രൂപപ്പെടുന്ന കുടുംബം, സമൂഹം, സ്കൂൾ തുടങ്ങിയ ഇത്തരത്തിലുള്ള ഏജൻസികൾ മുന്നറിവുകൾ രൂപപ്പെടുത്താൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സാമൂഹ്യ ശാസ്ത്രം പഠിക്കുമ്പോൾ ഇത്തരം മുന്നറിവുകൾക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. ഇത്തരം മുന്നറിവുകൾ ഉള്ളതുകൊണ്ട് സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നതുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ ചില മുന്നറിവുകൾ നമുക്ക് ഗുണം ചെയ്യുമെങ്കിൽ ചില മുന്നറിവുകൾ നമുക്ക് ദോഷങ്ങളാണ് ചെയ്യാറുള്ളത്. അത് എങ്ങനെയൊക്കെയെന്ന് നോക്കാം. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ മെറിറ്റ്സ് ആയിട്ട് പറയുന്നത് മുന്നറിവുകൾ എന്നുള്ളത് സാമൂഹ്യശാസ്ത്ര പഠനം എളുപ്പമാക്കുന്നു, അതുപോലെ തന്നെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. മുന്നറിവുകൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ അല്ലെങ്കിൽ സമൂഹത്തിനെക്കുറിച്ചുള്ള അറിവുകൾ തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ ഇത് നിത്യജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ദോഷങ്ങളാണെങ്കിൽ സമൂഹത്തെക്കുറിച്ച് മുമ്പ് പഠിച്ച ചില കാര്യങ്ങൾ നാം മറക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു വിഭാഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള മുൻധാരണകൾ നമ്മൾ യഥാർത്ഥത്തിൽ ആ സമൂഹത്തെക്കുറിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ധാരണകൾ ചിലപ്പോൾ നമ്മൾ മറക്കേണ്ടതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് തെറ്റായിട്ടുണ്ടാവും. സാമാന്യബോധം ഉപയോഗിച്ച് ചുറ്റുപാടിൽ നിന്നും നാം ആദ്യം മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ ഉണ്ടാവില്ല. പ്രയർ നോളജിന് ഒരിക്കലും എന്തുണ്ടാവില്ല, സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാവില്ല എന്ന് പറയുന്നു. സാമാന്യ ബോധം ഉപയോഗിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ഭാഗിക മാത്രമേ സത്യമുണ്ടാവുള്ളൂ.
അത് എല്ലായ്പ്പോഴും നമ്മൾ കോമൺ സെൻസ് വെച്ച് അല്ലെങ്കിൽ നമ്മൾ പ്രയർ നോളജ് വെച്ച് നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ അത് എല്ലതും ശരിയായിരിക്കണം. ഒരു സമൂഹത്തെക്കുറിച്ച് നമ്മൾ ഒരു മുൻധാരണ വെക്കുന്നു. ആ മുൻധാരണ വെച്ച് നമ്മൾ ആ സമൂഹത്തെ വിലയിരുത്തുന്നു. പക്ഷേ നമ്മൾ ശാസ്ത്രീയമായിട്ട് ആ സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചത് തെറ്റാണ് എന്നുള്ളത് ഭൂരിഭാഗവും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ ദോഷങ്ങൾ. ഇത്തരം ഭാഗികമായിട്ടുള്ള അറിവുകൾ പലപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ആ സമൂഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ ചില കാര്യങ്ങളുണ്ട്, അത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ മുൻധാരണ വെച്ച് ആ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിട്ടു നിൽക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകേണ്ടത് അവരെക്കുറിച്ച് മുമ്പ് പഠിക്കേണ്ടതായിരുന്നു എന്നൊക്കെ നമുക്കൊരു തോന്നൽ വരുന്നു. ദെൻ അടുത്തത് ഇതിൽ പഠിക്കുന്നത് സെൽഫ് റിഫ്ലെക്സിബിലിറ്റിയാണ്. ഓക്കെ, സെൽഫ് റിഫ്ലെക്സിബിലിറ്റി, സ്വയം പ്രതിഫലനം. ഇത് ആത്മപരിശോധന നടത്താനുള്ള കഴിവാണ്. ഇതെങ്ങനെ തന്നെ എഴുതാം, സ്വയം പ്രതിഫലനം എന്നുള്ളത് എന്താണ്? സ്വയം പ്രതിഫലനം എന്ന് ചോദിക്കും. ഇത് ആത്മപരിശോധന നടത്താനുള്ള കഴിവാണ്. പുറമേക്കുള്ള നിങ്ങളുടെ ദൃഷ്ടിയെ നിങ്ങളിലേക്ക് തന്നെ തിരിക്കാനുള്ള കഴിവാണ്. ഇത് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് ഇത് കാണിച്ചു തരുന്നു. പുറമേ നിന്നുകൊണ്ട് സ്വയം വീക്ഷിക്കാനും ഇത് നിങ്ങളെ വിലയിരുത്താനും നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് സെൽഫ് റിഫ്ലെക്സിവിറ്റി അഥവാ സ്വയം പ്രതിഫലനം എന്ന് പറയുന്നത്. ദെൻ സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ്, മൂന്നാമത്തെ പോയിൻ്റ് ഇതിൽ പഠിക്കാവുന്നത് സാമാന്യബോധം എന്നുള്ള കോമൺ സെൻസ്. അത് ഓരോരുത്തർക്കും ഓരോരോ വ്യത്യാസമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, കോമൺ സെൻസ് അത് ഇൻഡിവിജ്വലാണ്. സാമാന്യബോധം എന്ന വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഇതിന് ശാസ്ത്രീയപരമായിട്ടുള്ള യാതൊരു പിൻബലവുമില്ല എന്നാണ്. എന്നാൽ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ രീതി ശാസ്ത്രീയമായിട്ടുള്ള രീതിയാണ്. അപ്പോൾ അത് അത് എല്ലാവർക്കും തുല്യമായിട്ടുള്ളതാണ്. സാമൂഹ്യ ശാസ്ത്രം എന്നുള്ളത് പൊതുവായിട്ടുള്ളതാണ്. പക്ഷേ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ളതാണ് എന്നാണ്. ഓക്കെ, സാമൂഹ്യശാസ്ത്രം. ഓക്കെ, സാമാന്യബോധത്തിൽ നിന്നും തത്വചിന്താപരമായ ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് സാമൂഹ്യ ശാസ്ത്രമെന്ന് മനസ്സിലാക്കുക. ദെൻ നാലാമത്തെ പോയിൻ്റ് ഇതിൽ പഠിക്കേണ്ടതായിട്ടുള്ള നാലാമത്തെ ഭാഗം സോഷ്യൽ മാപ്പാണ്. സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം എന്താണെന്ന് കാണിച്ചു തരുന്നതാണ് സാമൂഹ്യ ഭൂപടം. സമൂഹത്തിലെ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മാപ്പ് കൊണ്ട് നമ്മളെ ഉദ്ദേശിക്കുന്നത്. സ്വന്തം സ്ഥാനം നിർണ്ണയിക്കാനുള്ള നമ്മളെ സഹായിക്കുന്നു. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഭൂപടം നിങ്ങളുടെ പ്രദേശത്തിൻ്റെ സ്ഥാനവും സ്വഭാവവുമാണ് നിർണ്ണയിക്കുന്നത്. എന്നാൽ സാമൂഹ്യ ഭൂപടത്തിൽ സമൂഹത്തിലുള്ള നിങ്ങളുടെ സ്ഥാനമാണ് അടയാളപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് ഏത് സോഷ്യൽ ഗ്രൂപ്പിലാണ്, ഏത് ലാംഗ്വേജ് കമ്മ്യൂണിറ്റിയിലാണ്, ഏത് കാസ്റ്റിലാണ്, ഏത് ക്ലാസ്സിലാണ്, ഏത് റിലീജിയനിലാണ്, ഇതൊക്കെ സോഷ്യൽ മാപ്പിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയുള്ള ഈ പാഠത്തിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.